11 നാളുകാരെ കുറിച്ചിട്ടാണെന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ ആരൊക്കെയാണ്, എന്തിനൊക്കെയാണ്, എൻ്റെ നാളുണ്ടാകുമോ എന്ന് വളരെ ആകാംക്ഷാപുരസരം പരിശോധിക്കും. നാളാദ്യം പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ അതെന്താണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങളൊട്ട് മനസ്സിലാക്കുന്നില്ല. 11 നാൾ, ഈ പറയുന്ന 11 നാളുകാർക്ക് തീർച്ചയായിട്ടും സർക്കാർ ഉദ്യോഗത്തിൽ പ്രവേശിക്കാനുള്ള വലിയ ഭാഗ്യമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഒരു ജ്യോതിഷ പ്രവചനം നടത്തപ്പെടുമ്പോൾ കുറച്ച് സമയമെടുത്ത് പറയുന്നതിൽ പലർക്കും അസ്വസ്ഥതയുള്ളതായിട്ട് നമുക്ക് അറിവ് ലഭിക്കുന്നുണ്ട്. കാരണം നമ്മളൊരു ഇന്ന നാളിന് ഇന്ന ഭാഗ്യമുണ്ടാകുമെന്ന് പറയുമ്പോൾ ആ നാളിനുണ്ടാകുന്ന ഭാഗ്യത്തെ തെളിച്ചെടുക്കേണ്ടുന്ന കടമ ആ നാളിൽ പിറന്ന ആൾ ചെയ്യേണ്ടുന്ന പ്രവൃത്തിയാണ്. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്ത ചെയ്യാൻ പോകുന്നത് 127 ദിവസത്തിനകം സർക്കാർ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന 11 നാളുകാരെ കുറിച്ചിട്ടാണ്. 11 നാളുകാരെ കുറിച്ചിട്ടാണെന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ ആരൊക്കെയാണ്, എന്തിനൊക്കെയാണ്, എൻ്റെ നാളുണ്ടാകുമോ എന്ന് വളരെ ആകാംക്ഷാപുരസരം പരിശോധിക്കും. നാളാദ്യം പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ അതെന്താണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങളൊട്ട് മനസ്സിലാക്കുന്നില്ല. 11 നാൾ, ഈ പറയുന്ന 11 നാളുകാർക്ക് തീർച്ചയായിട്ടും സർക്കാർ ഉദ്യോഗത്തിൽ പ്രവേശിക്കാനുള്ള വലിയ ഭാഗ്യമാണ് നമ്മൾ കാണുന്നത്. അതിനുവേണ്ടി വളരെ കഠിനമായി പ്രാർത്ഥിച്ചിരുന്നു നമ്മൾ. ഒരുപാട് പഠിച്ച് കഷ്ടപ്പെട്ട് ടെസ്റ്റുകൾ എഴുതി റാങ്ക് ലിസ്റ്റുകളിൽ വന്നിട്ടുണ്ട്. പക്ഷേ ആ റാങ്ക് ലിസ്റ്റുകളൊന്നും ഫലപ്രദമല്ലാതെ പോകുന്നു. ഇനി പഠിച്ചിട്ട് കാര്യമില്ല എന്ന് ചിന്തിച്ച് പഠനം തന്നെ ഉപേക്ഷിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലിസ്റ്റിലൊക്കെ വന്നിട്ടും ഇത്ര കാലയളവിൽ ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനാകുമെന്ന് ചിന്തിച്ചിരിക്കുന്നു, അവർക്കത് കിട്ടാതെ പോകുന്നു. അതുപോലെ വളരെ പണം ചിലവാക്കി കൂട്ടായ്മയിലൂടെ ഒക്കെ ഇരുന്ന് പഠിച്ചിട്ടും ലിസ്റ്റുകളിൽ പോലും വരാതിരിക്കുന്നു. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമറിയാം. പക്ഷേ പരീക്ഷാ ഹാളിൽ കയറി കഴിയുമ്പോൾ ഉത്തരം അറിയാമായിരുന്നിട്ടും എഴുതാൻ പറ്റാത്തൊരു സാഹചര്യം. ഇങ്ങനെയൊക്കെ ജാതക വ്യവസ്ഥകളിൽ ഇതിനൊക്കെ ഒരു നെഗറ്റീവ് റിയാക്ഷൻ നിലനിൽക്കുന്നത് കൊണ്ടായിരുന്നിരിക്കാം അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇത് കാലാകാലങ്ങളിൽ പരിഹരിക്കപ്പെടും. ഒരു 127 ദിവസത്തിനകം പരിഹരിക്കപ്പെടുന്ന ഉജ്ജ്വലമായ ഒരു വ്യവസ്ഥിതി 11 നക്ഷത്രങ്ങൾക്കുള്ള കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു ജ്യോതിഷ പ്രവചനം നടത്തപ്പെടുമ്പോൾ കുറച്ച് സമയമെടുത്ത് പറയുന്നതിൽ പലർക്കും അസ്വസ്ഥതയുള്ളതായിട്ട് നമുക്ക് അറിവ് ലഭിക്കുന്നുണ്ട്. കാരണം നമ്മളൊരു ഇന്ന നാളിന് ഇന്ന ഭാഗ്യമുണ്ടാകുമെന്ന് പറയുമ്പോൾ ആ നാളിനുണ്ടാകുന്ന ഭാഗ്യത്തെ തെളിച്ചെടുക്കേണ്ടുന്ന കടമ ആ നാളിൽ പിറന്ന ആൾ ചെയ്യേണ്ടുന്ന പ്രവൃത്തിയാണ്. ഈശ്വര സവിധത്തിലെത്തി തീർച്ചയായിട്ടും ഈശ്വരനോട് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന എന്ന് പറയുന്നത് അകമഴിഞ്ഞ പ്രാർത്ഥനയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് വരാൻ പോകുന്ന ഭാഗ്യമുള്ള ദിവസങ്ങളാണെങ്കിൽ ആ ഭാഗ്യം നമ്മളിലേക്ക് എത്തുക തന്നെ ചെയ്യും. അതിനു വേണ്ടിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടാണ് കുറച്ച് കാര്യങ്ങൾ വിശദമായി പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും 127 ദിവസത്തിനകം സർക്കാരിൽ ഒപ്പിടാൻ കഴിയുന്ന നാളുകൾ എന്ന് പറയുന്നത് ഒന്ന് ഭരണി നാളുകാരാണ്. ആ ഭരണി നാൾ കഴിഞ്ഞാൽ പിന്നീട് രോഹിണി, തിരുവാതിര, അതുപോലെ തന്നെ പുണർദം, ആയില്യം, പൂരം, ഉത്രം, ചിത്തിര, തൃക്കേട്ട, പൂരാടം, ഉത്രട്ടാതി. ഒന്നുകൂടി ഞാൻ പറയാം. ഭരണി നാള്, രോഹിണി, തിരുവാതിര നാള്, പുണർദം, ആയില്യം നാള്, പൂരം, ഉത്രം, ചിത്തിര, തൃക്കേട്ട, പൂരാടം, ഉത്രട്ടാതി. ഇത്രയും നാളുകാരാണ് 127 ദിവസത്തിനകം സർക്കാർ ഉദ്യോഗത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ നവഗ്രഹ പ്രതിഷ്ഠ ഉള്ള ക്ഷേത്രങ്ങളിലെത്തി നവഗ്രഹ പൂജ, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, മൃത്യുഞ്ജയ പൂജയല്ല, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, ഭാഗ്യം തെളിയുന്നതിനായിട്ടുള്ള പുഷ്പാഞ്ജലി, ഭദ്രകാളി ക്ഷേത്രത്തിലെത്തി ഭാഗ്യസൂക്തം വഴിപാട്, അതുപോലെ പ്രദോഷ നാളുകളിൽ ഭഗവാൻ മഹാപരമേശ്വരൻ്റെ സവിധത്തിലെത്തി പ്രാർത്ഥിക്കുക. ഒപ്പം മഹാസവിധത്തിൽ പ്രതിഷ്ഠീകൃതമായിരിക്കുന്ന പാർവതി ദേവിയുടെ
തിരുമുമ്പിൽ മഹാദേവനോട് പറയാൻ വേണ്ടി അർപ്പിച്ച് പ്രാർത്ഥിക്കുക തുടങ്ങിയ പ്രത്യേകതകൾ ചെയ്യണം. ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ പറയുന്ന 11 നാളുകാർ 127 ദിവസത്തിനകം ഉറപ്പായും സർക്കാരിൽ ഒപ്പിട്ടിരിക്കും. അതിന് സംശയമേ വേണ്ട. നേരത്തെ എഴുതിയ പരീക്ഷകളിൽ ലിസ്റ്റുകൾ പ്രസിദ്ധീകൃതമായി പേരുകളുണ്ടെങ്കിൽ ആ പേരിൽ നിങ്ങൾ ആ ലിസ്റ്റിൽ നിങ്ങൾ നിയമനം നേടും. ആ ലിസ്റ്റിൽ നിങ്ങൾ നിയമനം നേടിയിരിക്കും. പിന്നെ അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച് വച്ചിരിക്കുന്ന ലിസ്റ്റുകളിൽ നിങ്ങൾ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ലിസ്റ്റുകൾ നിങ്ങളെ സർക്കാർ ഉദ്യോഗസ്ഥരാക്കി മാറ്റിയിരിക്കും. തീർച്ചയായും ഞാനീ പറഞ്ഞ കർമ്മങ്ങൾ ചെയ്യുക. ഈശ്വര സന്നിധിയിലെത്തി നമ്മുടെ ഭാഗ്യത്തെ തെളിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ച് വേണ്ടുന്ന ചെറിയ ചെറിയ വഴിപാടുകളും ചെയ്ത് ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് കഴിഞ്ഞുകൂടിയാൽ തീർച്ചയായും 127 ദിവസത്തിനകം നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരായി മാറും. അതിന് യാതൊരു വ്യത്യാസവുമില്ല. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.